നമസ്കാരം. കേരളത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ പല പദ്ധതികൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും അതിൽ മുന്നിൽ നിൽക്കുന്നതാണ് ദേശീയപാത വികസനം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന NH-66 വികസനമാണ് സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ കൂരിയാട് ഉണ്ടായ റോഡ് തകർച്ചയും മറ്റു പല റീച്ചുകളിലുണ്ടായ വിള്ളലുകളും വെള്ളക്കെട്ടും ദേശീയപാത അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും നൽകിയത് വലിയൊരു അഭിമാനക്ഷതവും രാഷ്ട്രീയ വിമർശനങ്ങളുമാണ്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ രീതിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിരവധി വിദഗ്ധരുടെ ലേഖനങ്ങൾ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ജിയോ സയൻസ് വിഭാഗത്തിൻ്റെ മുൻ മേധാവിയും ജല മാനേജ്മെൻറ്റ് വിദഗ്ധനുമായ ഡോക്ടർ PK തമ്പി മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും എഞ്ചിനീയറിംഗ് വിദഗ്ധരും കണക്കിലെടുക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അതാണ് കേരളത്തിലെ മഴയുടെ അളവ്. കേരളത്തിലെ മഴയുടെ കാര്യം നോക്കിയാൽ അത് ദേശീയ ശരാശരിയുടെ 2 ഇരട്ടിയിൽ കൂടുതലാണ്. ഇത് കണക്കിലെടുക്കാതെ പോയതാണ് ഏറ്റവും വലിയ വീഴ്ചകളിലൊന്ന്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്ത ഭൗമഘടനയുള്ളതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെയുള്ള നിർമ്മാണ രീതി ഫലപ്രദമാകില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഇപ്പോൾ നിർമ്മിക്കുന്ന ഹൈവേയുടെ 6 വരിയും മറ്റ് അനുബന്ധ സർവീസ് റോഡുകളും ഇടനാടിൻ്റെ താഴ്ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരപ്രദേശത്തും കൂടിയാണ് കടന്നുപോകുന്നത്. ഈ ഭാഗത്തുള്ള കുന്നുകളെല്ലാം മുറിച്ച് കമഴ്ത്തി വെച്ച ഓറഞ്ചിൻ്റെ മാതൃകയിലാണ് ഉള്ളത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ഭൂപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ കുന്നുകളിൽ ഭൂരിഭാഗവും വെട്ടുകല്ലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ പരന്ന മുകൾ പരപ്പുള്ള കുന്നുകൾക്കിടയിലാണ് ചേറു നിറഞ്ഞ നിരപ്പായ വയലുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചെറിയ തോടുകളെല്ലാം ഉത്ഭവിക്കുന്നത് ഈ കുന്നുകളിൽ നിന്നാണ്. ഇങ്ങനെ അങ്ങിങ്ങായി സ്ഥിതി ചെയ്യുന്ന കുന്നുകൾക്കിടയിലെ പരന്ന അടിത്തട്ടുള്ള താഴ്വാരങ്ങൾ ചെറിയ ചരലുകളും വെട്ടുകല്ലും ഉൾപ്പെടുന്ന പരുക്കൻ മണലും ചേറും അടിഞ്ഞിരിക്കുന്നവയാണ്. ഇതിനു മുകളിലായി മണലും ചെളിയും കാണപ്പെടുന്നു. മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ചെളി ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതാണ്. ഇനി താഴ്വാര ഭാഗം നോക്കിയാൽ മഴക്കാലത്ത് നല്ല ഒഴുക്കുണ്ടാകും. ഈ ഒഴുക്കിൽ നല്ലൊരു ഭാഗം അടിത്തട്ടിലൂടെ ഒഴുകി ബേസ് ഫ്ലോയായി തീരത്തേക്ക് നീങ്ങും. ഇങ്ങനെയുള്ള ഒഴുക്ക് വേനൽക്കാലത്തും തുടർന്നുകൊണ്ടിരിക്കും. എൻ വാല്യൂ എന്നൊരു അളവുകോലുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഭൂഗർഭ മണ്ണിൻ്റെ ആപേക്ഷിക സാന്ദ്രത അഥവാ അതിൻ്റെ കടുപ്പം എന്നതിനെക്കുറിച്ചാണ്. ഈ കണക്ക് പ്രകാരം കേരളത്തിലെ ചേറിനും മണലിനും എൻ വാല്യൂ കുറവാണ്. അതുകൊണ്ട് അതിനു മുകളിൽ ഭാരം കയറ്റുന്നതും അപകടകരമാണ്. ഇനി ഇവിടുത്തെ കുന്നുകളിൽ കാണപ്പെടുന്ന വെട്ടുകല്ലിനെ കുറിച്ച് നോക്കിയാൽ ഇത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ അടിസ്ഥാന ശിലകൾക്ക് അപചയം സംഭവിച്ച് രൂപപ്പെട്ട ശിലകളാണ്. ഇത് വളരെ കാലത്തെ പരിണാമത്തിന് ശേഷം പല സ്വഭാവങ്ങളുള്ള അടുക്കുകളായി മാറുന്നു. സാധാരണ ശിലകളിൽ താഴേക്ക് പോകുമ്പോൾ ശിലയുടെ കാഠിന്യവും ഭാരം വഹിക്കുവാനുള്ള ശേഷി കൂടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ വെട്ടുകല്ലുകളിൽ മുകളിൽ നല്ല കടുപ്പം കൂടിയ ഭാഗവും അതിനു താഴെ സുഷിരങ്ങളുള്ള ചുവപ്പും വെള്ളയും നിറങ്ങൾ കലർന്ന ഉറപ്പുള്ള പാളിയും അതിൻ്റെ തൊട്ടു താഴെ വെള്ളയും മഞ്ഞയും നിറങ്ങൾ ഇടകലർന്ന ക്ലേ നിറഞ്ഞ ഭാഗവും പിന്നീട് താഴേക്ക് ക്ലേയുടെ അംശം കൂടി വരുന്ന ഭാഗവുമാണ് കാണപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെട്ടുകല്ലിൽ ഏറ്റവും മുകളിലും അതിനടിയിൽ വരുന്ന പാളിയിലും മാത്രമേ നല്ല ഉറപ്പുള്ളൂ. താഴേക്കുള്ള ഭാഗം ഒട്ടും ഉറപ്പുള്ളതല്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭാരം കൂടിയ നിർമ്മാണങ്ങൾ നടത്തിയാൽ അടിയിലുള്ള ക്ലേ കൂടിയ പാളി കാലക്രമേണ വശത്തേക്കോ മുകളിലേക്കോ പൊന്തി വരും. ഹൈവേയുടെ വശങ്ങളിൽ ഇത്തരത്തിൽ കുത്തനെ മണ്ണെടുത്ത ഭാഗങ്ങളിലും ഇടിച്ചിലുണ്ടാകുന്നത് റീറ്റെയിനിങ് മതിലുകൾ നിർമ്മിച്ചാലും തടയുവാൻ കഴിയില്ല. അതുമാത്രമല്ല, റോഡിനായി മണ്ണെടുത്ത ഭാഗങ്ങളിലെ മുകൾ ഭാഗം റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന തരത്തിലായാലും അത് അടർന്നു വീഴും. ഇതിനെ ഓവർ ഹാങ്ങിങ് എന്നാണ് പറയുന്നത്. ഇതാണ് ഹൈവേയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. വെട്ടുകല്ലുകളിൽ നിന്നാണ് ഭൂരിഭാഗം ചെറു തോടുകളും ഉത്ഭവിക്കുന്നത്. ഇതിൽ കൂടി മഴക്കാലത്ത് വെള്ളം ഒഴുകുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ജലം നിറഞ്ഞ് കുഴമ്പ് പരുവത്തിലാകും. തുടർന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇനി തീരപ്രദേശത്ത് നോക്കിയാൽ ഇവിടെ വെട്ടുകല്ലിൻ്റെ മുകളിലാണ് മണ്ണിൻ്റെയും ചേറിൻ്റെയും പാളികൾ കാണപ്പെടുന്നത്. നെടുകയും കുറുകയുമുള്ള വീതി കുറഞ്ഞ ചാനലുകൾ ഈ ഭാഗത്ത് കാണപ്പെടുന്നു. മഴക്കാലത്ത് വെള്ളം ഉപരിതലത്തിൽ തന്നെ കെട്ടിനിൽക്കും. ഈ ഭാഗത്ത് വെള്ളം ഒഴുക്കിക്കളയുവാനുള്ള ജല മാനേജ്മെൻറ്റ് ശരിയായ രീതിയിൽ തയ്യാറാക്കണം.
കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ വീഴുന്ന ഓരോ തുള്ളി മഴയും ഒടുവിൽ അറബിക്കടലിൽ എത്തുവാനായി ഒഴുകുന്നു എന്ന അടിസ്ഥാന സത്യത്തെ മറന്നുള്ള നിർമ്മിതികളാണ് ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് മറന്നുള്ള റോഡ് നിർമ്മിതി ഒരിക്കലും വിജയകരമാകുകയില്ല. കേരളത്തിൽ നടക്കുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടക്കുന്നത് അടിസ്ഥാന ശിലകളിലല്ല, ഈ ശിലകളുടെ മുകളിൽ കാണുന്ന അവശിഷ്ട അവസാദ ശിലകളിൽ ആണെന്നതാണ് ഒരു വസ്തുത. ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അവസാദ ശിലകൾ കാണപ്പെടുകയാണ്. ആ ഭാഗങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാകുകയാണ്. ഇതിന് പരിഹാരമെന്നത് വളരെ മികച്ച രീതിയിലുള്ള ജല മാനേജ്മെന്റാണ്. ഇത് അവഗണിച്ചതിലെ പിഴവാണ് നമ്മളിപ്പോൾ കണ്ടത്. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിൽ നടത്തിയ ആസൂത്രണത്തിലും രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളെ അവഗണിച്ചു. ശരിയായ രീതിയിലുള്ള ജല ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കിയതുമില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഡിസൈനിങ്ങിലെ അപാകതകളും വീഴ്ചകളും സമ്മതിക്കുകയും കരാർ കമ്പനികൾക്ക് പിഴ ചുമത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും വരും നാളുകളിൽ ഇത്തരം തകർച്ചകൾ ഉണ്ടാകില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും? അതിനാൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റു ഭൗമശാസ്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകണം കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള റോഡ് നിർമ്മാണം രൂപകൽപ്പന ചെയ്യേണ്ടത്. ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്ന റോഡ് ടെക്നോളജിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം ഇവിടെ നടത്തേണ്ടത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഉചിതമായ പരിഹാര നടപടികൾ ഇനി ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.